മതേതരത്വം. മതേതരത്വം എന്നാലെന്ത്? അന്തർ മതമേധാവിത്വവും ആന്തരിക മതമേധാവിത്വവും എങ്ങനെ മതേതരത്വത്തെ പ്രതികൂലമായി ബാധിക്കും എന്ന വിഷയങ്ങളടങ്ങിയ ചോദ്യവും ഉത്തരങ്ങളുമാണ്. അപ്പോൾ എന്താണ് മതേതരത്വം? ഇഷ്ടമുള്ള ഏത് മതവും സ്വീകരിക്കുന്നതിനും സ്വാതന്ത്ര്യത്തോടും അന്തസ്സോടും ജീവിക്കാനുള്ള അവകാശമായ ആശയവുമാണ് മതേതരത്വം. ഇഷ്ടമുള്ള മതം സ്വീകരിക്കുന്നതിനും സ്വാതന്ത്ര്യത്തോടും അന്തസ്സോടും ജീവിക്കുവാനുള്ള ഒരു അവകാശം ഉണ്ടാക്കിത്തരുന്ന ഒന്നാണ് മതേതരത്വം. അപ്പോൾ എന്താണ് മതേതരത്വം? ഇഷ്ടമുള്ള ഏത് മതം സ്വീകരിക്കുന്നതിനും സ്വാതന്ത്ര്യത്തോടും അന്തസ്സോടും ജീവിക്കാനുള്ള അവകാശം നേടിത്തരുന്നതുമാണ് മതേതരത്വം. ഇഷ്ടമുള്ള ഏത് മതം സ്വീകരിക്കുന്നതിനും സ്വാതന്ത്ര്യത്തോടും അന്തസ്സോടും ജീവിക്കാനുള്ള അവകാശം നേടിത്തരുന്നതുമാണ് അത്തരത്തിലൊരു ആശയമാണ് മതേതരത്വം. ഇന്ത്യ ഒരു മതേതര രാഷ്ട്രമാണ്. ഏതെങ്കിലും മതപരമായ വിവേചന രാജ്യത്ത് നിലനിൽക്കുന്നു. മേധാവിത്വത്തിന് വേണ്ടിയുള്ള കലാപങ്ങളും ലഹളകളും മതേതരത്വത്തിന് അപമര്യാദയാണ്. ഒരു മതം മറ്റൊരു മതത്തിന്മേൽ നടത്തുന്ന മേധാവിത്വത്തെയാണ് അന്തർമേധാവിത്വം എന്ന് പറയുന്നത്. വളരെ എളുപ്പമാണ്. ഒരു മതം മറ്റൊരു മേധാവിത്വത്തെ അല്ലെങ്കിൽ ഒരു മതം മറ്റൊരു മതത്തിന്മേൽ നടത്തുന്ന മേധാവിത്വത്തെയാണ് അന്തർമേധാവിത്വം എന്ന് പറയുന്നത്. ഇനി ആന്തരിക മതമേധാവിത്വം എന്ന് വെച്ചാൽ ഒരു മതത്തിൽ തന്നെ ഒരു വിഭാഗം മറ്റൊരു വിഭാഗത്തിൻ്റെ മേൽ നടത്തുന്ന മേധാവിത്വമാണ് ആന്തരിക മേധാവിത്വം. സ്ത്രീകൾ, താഴ്ന്ന ജാതിക്കാർ തുടങ്ങിയവർ ആന്തരിക മേധാവിത്വത്തിൻ്റെ ഇരകളാണ്. അപ്പോൾ എന്താണ് മതേതരത്വം? മതേതരത്വം എന്ന് പറയുന്നത് ഇഷ്ടമുള്ള ഏതു മതവും സ്വീകരിക്കുന്നതിനും സ്വാതന്ത്ര്യത്തോടും അന്തസ്സോടും കൂടെ ജീവിക്കുവാനുള്ള ഒരു അവകാശം, അത്തരമൊരു അവകാശത്തെക്കുറിച്ചുള്ള ആശയമാണ് മതേതരത്വം. അപ്പോൾ ഏത് മതം സ്വീകരിക്കുന്നതിനും ഇഷ്ടമുള്ള ഏത് മതം സ്വീകരിക്കുന്നതിനും സ്വാതന്ത്ര്യത്തോടും അന്തസ്സോടും ജീവിക്കാനുള്ള അവകാശമായ ആശയമാണ് മതേതരത്വം. ഇന്ത്യ എന്ത് രാഷ്ട്രമാണ്? ഇന്ത്യ ഒരു മതേതരത്വ രാഷ്ട്രമാണ്. എങ്കിലും മതപരമായ വിവേചനം രാജ്യത്ത് നിലനിൽക്കുന്നു. മതപരമായ വിവേചനം രാജ്യത്ത് നിലനിൽക്കുന്നുണ്ട്.